ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് 3 വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്ത വിഭവത്തിൽ 3 റെസിപ്പിയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ അത്യാവശ്യം തോലൊക്കെ പഴുത്ത് നല്ല കറുത്ത് പോയിട്ടുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ പഴത്തിൽ നിന്ന് 1.5 പഴമാണ് നമുക്ക് ആദ്യത്തെ റെസിപ്പിയിലേക്ക് വേണ്ടത്. ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ പഴം ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ടാക്കി എടുക്കുക. കട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഴം കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ 1.5 പഴമാണ് എടുക്കുന്നത്. 3 കഷ്ണം പഴമാണ് എടുക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഈ ഒരു സ്റ്റാൻഡ് വളരെ യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് യൂസാക്കാനും വളരെ എളുപ്പമാണ്. ഒരുപാട് കൂടുതൽ നമുക്ക് ക്വാണ്ടിറ്റി വേവിച്ചെടുക്കാം. അതുപോലെ വളരെ കുറച്ചും ഇതിൽ യൂസാക്കി വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ ഒരു പ്ലക്കർ കൊണ്ടാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ പെട്ടെന്ന് പൊക്കിയെടുക്കുന്നത്. കൈയൊന്നും പൊള്ളില്ല ഇതുപോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് പാത്രത്തിൽ നിന്ന് മുഴുവനും പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാത്രം അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചെരുകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചെറുതായിട്ട് കട്ടാക്കിയത് കൂടി ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയും കാഷ്നട്ടൊന്നും ഒരുപാട് മൂത്ത് ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ചൂടായാൽ മതി. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള റവ വറുത്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയും നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ 1/2 കപ്പ് റവ മാത്രം മതി. 3 കഷ്ണം പഴം എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് റവ കറക്റ്റ് പാകമാണ്. അപ്പോൾ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറുത്ത റവ ആയതുകൊണ്ട് കുറേ സമയം വിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവുന്നതുവരെ ഒന്ന് മൂപ്പിച്ചാൽ മതി. മധുരത്തിന് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. പാകത്തിലുള്ള മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാതും നന്നായിട്ടൊന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ റവയൊക്കെ ഇങ്ങനെ മുരിയുന്ന ഒരു ചെറിയൊരു മണമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂണ് ഏലക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള പുഴുങ്ങിയ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വെജിറ്റബിൾ ഉരുളൻകിഴങ്ങൊക്കെ പുഴുങ്ങിയിട്ട് നമുക്ക് ഉടച്ചെടുക്കുന്ന ഒരു സാധനമല്ലേ, ഒരു മാഷർ, അതുകൊണ്ട് വേണമെങ്കിലും ഉടച്ചെടുക്കാം. ഞാൻ അതുകൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എന്താ പറയുക, പഴം മാത്രമല്ല, പുഴുങ്ങിയ വെജിറ്റബിളോ പൊട്ടറ്റോ അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശരിക്കും നമ്മൾ എന്തൊരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ ചെയ്യുന്ന 3 റെസിപ്പിയിലും ഒരുപാട് ഓയിലോ നെയ്യോ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ ഫസ്റ്റിലത്തെ ഒരു സ്നാക്കാണ്, അതിന് മാത്രം ഒരല്പം ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. ബാക്കി 2 റെസിപ്പിക്കും അധികം ഓയിലോ നെയ്യോ ഒന്നും അധികം ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ രീതിയിൽ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമുക്കൊരു ഉഴുന്നുവടയുടെ ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് സൈഡ് വല്ല ഒന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് പ്രസ്സാക്കി റെഡിയാക്കി എടുത്താൽ മതി. എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവുകയോ വിണ്ടു പോവുകയോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പേടിക്കേണ്ട കേട്ടോ. ഇങ്ങനെ എണ്ണ കുടിക്കുന്ന പ്രശ്നവുമില്ല. റവ ആയതുകൊണ്ട് എണ്ണ കുടിക്കുമെന്നൊന്നും കരുതും വേണ്ട. അങ്ങനെയൊന്നും എണ്ണയൊന്നും കുടിക്കില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം ആ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ കുഞ്ഞു ബോളുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു ഫിംഗറിൻ്റെ രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ പരിപ്പുവടയുടെയൊക്കെ പോലെ കട്ട്ലറ്റിൻ്റെയൊക്കെ പോലെ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം തോന്നുന്നത് ആ രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാതും ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം.
ഈ സമയത്ത് കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കാൻ വെക്കണം കേട്ടോ. പിന്നെ അത് ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ, ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒന്ന് ആയി തുടങ്ങുന്ന സമയത്ത് ഏകദേശം 1 മിനിറ്റിൻ്റെ താഴെ ആകുമ്പോൾ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പുറം കുറച്ച് ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. എന്താ പറയുക, ഒട്ടിപ്പിടിക്കോ എണ്ണ കുടിക്കോ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ റവയൊക്കെ ആയതുകൊണ്ട് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലല്ലേ ഞാൻ തയ്യാറാക്കുന്നത്, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ ഒരുമിച്ച് ഇത് കൂടി കിടക്കുന്നു വിചാരിച്ചിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ 2 ഭാഗവും റെഡിയായി വരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ പഴുത്ത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ചൂട് ചായക്കൊപ്പൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ 10 മണിക്ക് സ്നാക്ക് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനും അടിപൊളിയാണ്. അതുപോലെ 4 മണിക്ക് സ്കൂളിൽ വരുന്ന സമയത്താണ് തയ്യാറാക്കുന്നതെങ്കിൽ അപ്പോൾ ചൂട് ചായക്കൊപ്പൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. വലിയവർക്കും കഴിക്കാം, അടിപൊളിയാണ്. ഇതിപ്പോൾ എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഇപ്പോൾ മുഴുവനും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ആവി പറക്കുന്നുണ്ട് ചെറുതായിട്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. നല്ല ടേസ്റ്റാണ്, കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഞാൻ അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1.5 പഴമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം എടുത്ത പഴത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പഴവും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പഴത്തിനെ നമുക്ക് 4ആയിട്ട് കീറുക. എന്നിട്ട് അതിൻ്റെ ഓരോ കഷ്ണം എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വലിയ പീസ് ഇതിലേക്ക് ആവശ്യമില്ല, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ 1.5 പഴം കൂടെ കട്ടാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചെറുപയർ ഒരു 3 മണിക്കൂറിന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനാണ്. ഇത് 2 വിസിലിലേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിൽ വന്നപ്പോൾ അതവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് വിസിൽ പോകാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കര പാനിക്ക് വേണ്ടിയിട്ട് 2 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളത്തിൽ 2 ഉണ്ട ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. മെൽറ്റാക്കിയതിന് ശേഷം ഈ മെൽറ്റ് ചെയ്ത ശർക്കര പാനി വേറൊരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ തിളവന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകിയെടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കറുത്ത വെള്ളമൊന്നും കയ്യിലില്ലെങ്കിൽ വെളുത്ത വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട ശർക്കര പാനിയൊക്കെ വറ്റി ഈ ചെറുപയറിലേക്കും പഴത്തിലേക്കും തേങ്ങയിലേക്കും നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും കിസ്മിസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഒരു 3-4 ബദാമും ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഏത് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ചെറുപയറും തേങ്ങയും പഴവും ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ചേരുവകളാണ്. ഇത് വെച്ചിട്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഈ 3 വിഭവങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യപ്പെട്ടത്, ഏതാണ് കൂടുതൽ ഇഷ്ടമായതെന്നുള്ള തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്.
ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അപ്പോൾ അവർ ലഞ്ചൊക്കെ കൊടുത്തു വിട്ടാൽ ചില കുട്ടികളൊന്നും കഴിക്കാതെ വരില്ലേ, അവർക്കൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് 4 മണിക്ക് വരുമ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കഴിക്കുകയും ചെയ്യും, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഞാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ റെസിപ്പിയാണ്. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു നേന്ത്രപ്പഴം തോലൊക്കെ കളഞ്ഞ് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്ത ബാറ്റർ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വേണം, മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി നോക്കാം. മിക്സാക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി അരിപ്പൊടി ആവശ്യമുണ്ട്. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി സ്പൂണോ ഫോർക്കോ കൊണ്ടൊന്നും മിക്സ് ആക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരല്പം വെള്ളം കയ്യിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരിപ്പൊടി നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഞാൻ ഒരല്പം വെള്ളം ഒന്ന് എടുത്തിട്ടുണ്ട്. ആ വെള്ളം കയ്യിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ കുഴഞ്ഞു കിട്ടിക്കോളൂ. ഈ ഒരു സ്നാക്ക് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് അടച്ച് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ, നല്ല സിമ്പിളായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങയാണ്. ഫ്രഷായിട്ട് ചിരകി എടുത്തിട്ടുള്ള 2 കപ്പ് തേങ്ങയിലേക്ക് നമുക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് 2 ഉണ്ട ശർക്കര ഒന്ന് ചീകി എടുത്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഞാൻ ജീരകത്തിൻ്റെ പൊടി ചേർത്തത് ഞാൻ മാവിലേക്ക് ഏലക്കപ്പൊടി ചേർത്തുകൊണ്ട് തേങ്ങയിലേക്ക് ജീരകത്തിൻ്റെ പൊടി ചേർത്ത്. നിങ്ങൾക്ക് ഏലക്കപ്പൊടിയും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നട്ട്സുകൾ എന്തെങ്കിലും കട്ടാക്കി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര നമ്മൾ ചീകി ചേർത്തതിൽ കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുത്താലും മതിയാകും കേട്ടോ. ഞാൻ ഇതിപ്പോൾ സ്പൂൺ കൊണ്ടാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് നമ്മൾ എടുക്കുന്ന ഉരുളയ്ക്കനുസരിച്ച് ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. എത്ര വേണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഫില്ലിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. പൊട്ടിപ്പോകുമോ അങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരെണ്ണം കൂടി ഉരുട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഇത് നിങ്ങൾക്ക് ഒരു ഇലയിൽ പരത്തിയിട്ട് കുറച്ചുകൂടി മാവ് ലൂസാക്കി ഇലയിൽ പരത്തിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. ഇങ്ങനെയും ഒരു കുഴക്കട്ടയുടെ രൂപത്തിൽ ഇങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഏതാണോ താല്പര്യം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ എല്ലാം മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു അല്പം ഒന്ന് വെളിച്ചെണ്ണയൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഇതിൽ കൊള്ളുന്നത് അത്രയും വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 5 എണ്ണമാണ് ഇതിൽ കൊണ്ടത്. മൊത്തം നമുക്ക് 8 എണ്ണമാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത്.
ഇനിയിപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 10 12 11 വരെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. 20 മിനിറ്റാണ് കുക്കിംഗ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാവ് വാട്ടവും ചെയ്യാത്തതല്ലേ, അപ്പോൾ 20 മിനിറ്റ് എനിക്ക് കുക്കിംഗ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, പൊട്ടിപ്പോയിട്ടും ഒന്നുമില്ല കേട്ടോ. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇത് നന്നായിട്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ എല്ലാതും നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള 3 എണ്ണം കൂടി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ മുഴുവനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരെണ്ണം കൂട്ടത്തിൽ അല്പം വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്തത് ഞാനിവിടെ കട്ടാക്കി കാണിച്ചു തരാം. ആദ്യം എടുത്തതിന് ചൂട് ഇല്ല, രണ്ടാമത് എടുത്തതിനാണ് നല്ല വലിപ്പമുള്ളതിന്, അതിന് അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഈസി സ്നാക്ക് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊന്നും ഉഞ്ഞിക്കളയേണ്ട ആവശ്യമില്ല. ഒരുപാട് വെറൈറ്റി ആയിട്ട് നമുക്ക് പലതരം സ്നാക്കുകളും തയ്യാറാക്കി എടുക്കാം. ഈ 3 റെസിപ്പിയിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമായത്, ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, അത് ഏതാണെന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.